കോഴിക്കോട് ഫറൂഖ് കോളേജിലെ ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തു. ഫലസ്തീൻ അനുകൂല പോസ്റ്റർ പതിപ്പിച്ചതിലാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തത്. സ്വകാര്യ സ്ഥാപനത്തിനകത്ത് അതിക്രമിച്ചു കയറുകയും പോസ്റ്റർ പതിപ്പിക്കുകയുമായിരുന്നു. കോഴിക്കോട് ടൗൺ പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, എങ്ങനെ നോക്കിക്കാണാം? പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യവുമായി ലോകമെമ്പാടും വ്യാപകമായി നടക്കുന്ന BDS മൂവ്മെന്റിന്റെ ഭാഗമായാണ് ഈ ഫ്രറ്റേണിറ്റിയുടെ വിദ്യാർത്ഥി പ്രവർത്തകർ ഇത്തരത്തിൽ കോഴിക്കോട് ബീച്ചിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറുകയും അവിടെ ഇത്തരത്തിൽ ഈ പലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ ആ സ്ഥാപനത്തിന്റെ ഡോറിലും മറ്റും പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ സ്ഥാപനത്തിന്റെ മേധാവികൾ പോലീസിൽ കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഈ ഫ്രറ്റേണിറ്റി പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. ഫാറൂഖ് കോളേജിലെ ഫ്രറ്റേണിറ്റി യൂണിറ്റ് നേതാക്കളുടെ പേരിലാണ് ഇപ്പോൾ കേസ് വന്നിട്ടുള്ളത്. ഇവരാണ് ഈ കോഴിക്കോട് ബീച്ചിലെ ഈ സ്വകാര്യ സ്ഥാപനത്തിലെത്തി കലാപാഹ്വാനം ഉൾപ്പെടെയുള്ളവ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് പരാതിയിൽ നിന്നും അതുപോലെ തന്നെ FIR-ൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേർക്കെതിരെയാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. യുവതികൾ ഉൾപ്പെടെയുള്ള 6 പേർക്കെതിരെ വിഷയവുമായി ബന്ധപ്പെട്ട കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായി പറയുന്നത്. എന്നാൽ ഇത്തരം പ്രതിഷേധവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട മെൻഷൻ ചെയ്തുകൊണ്ട് പോസ്റ്റും ഈ ഫ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രവർത്തകർ എടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഇത്തരത്തിൽ ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും മറ്റും എഴുതിയ പോസ്റ്ററുകൾ ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ചെന്ന് ഒട്ടിക്കുക, അനധികൃതമായി അത്തരം സ്ഥാപനങ്ങളിലേക്ക് കയറുക എന്നുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വകാര്യ സ്ഥാപനത്തിലെ ആളുകൾ പരാതി കൊടുക്കുന്നതും ഇപ്പോൾ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. വിഷ്ണു, വ്യക്തമാണ്. സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.